ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ക്ഷിപ്രകോപിയാണ് ഭഗവാൻ ശിവൻ. അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും. ശിവക്ഷേത്രത്തിൽ പ്രധാനമായും ചെയ്യുന്ന വഴിപാടുകളിൽ പ്രധാനപ്പെട്ടത് എപ്പോഴും ധാരയും പിൻവിളക്കും തന്നെയാണ്. എന്നാൽ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിൻവിളക്ക് കത്തിക്കുന്നതും ധാര ചെയ്യുന്നതും ഭഗവാന് വളരെയധികം ഇഷ്ടപ്പെട്ട വഴിപാടുകൾ തന്നെയാണ്. ക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത്, അതായത് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ്. കാരണം പിൻവിളക്ക് എപ്പോഴും പാർവതീ ദേവിയായാണ് കണക്കാക്കുന്നത്. തുടർച്ചയായിട്ട് 21 ദിവസം പിൻവിളക്ക് കത്തിച്ചാൽ അത് ദാമ്പത്യ സൗഖ്യത്തിനും ദീർഘമാംഗല്യത്തിനും കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്നതിനും സഹായിക്കും. ഇതുകൂടാതെ പ്രണയ സാഫല്യത്തിനും വിവാഹത്തിന് എത്തുന്നതിനും എല്ലാം പിൻവിളക്ക് അത്യുത്തമമാണ്. അതുപോലെ തന്നെ ദശാസന്ധിക്ക് പരിഹാരം കാണുന്നതിനും ഭഗവാന് നിത്യവും പിൻവിളക്ക് കത്തിക്കാവുന്നതാണ്. കാരണം ശിവഭഗവാൻ സകല ഗ്രഹങ്ങളുടെയും ജഗത്തിൻ്റെയും നാഥനാണ്. ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതും ദിനവും പിൻവിളക്ക് കത്തിക്കുന്നതും ഏത് ദുരിതത്തെയും ദശാസന്ധിയെയും ഇല്ലാതാക്കുന്നു. എപ്പോഴും പിൻവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തന്നെ പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമഃശിവായ എന്ന് ജപിക്കുകയും വേണം. ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും. വളരെയധികം മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ആയിരിക്കണം മൂലമന്ത്രം ജപിക്കുന്നത്. ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് മനസ്സിനെയും ശരീരത്തെയും ബോധ്യപ്പെടുത്തുകയും ഭഗവാന്റെ ദിവ്യമായ ചൈതന്യത്തിൻ്റെ ശക്തിയുമാണ് ഈ മൂലമന്ത്രത്തിൻ്റെ ശക്തി. ഭഗവാന് പിൻവിളക്ക് പോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ധാര. ശിവഭഗവാന്റെ ശിരസിന് മുകളിൽ തൂക്കിയ ചെമ്പ് പാത്രത്തിൽ ചെറിയ ദ്വാരമുണ്ടാക്കി 3 ദർഭപ്പുല്ല് കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ ചരടിലൂടെ ഭഗവാന്റെ ശിരസിലേക്ക് ധാരയായി ജലം ഇറ്റു വീഴുന്നു. ഇതാണ് ധാര. കൃത്യമായ ഫലം ലഭിക്കുന്ന വഴിപാട് തന്നെയാണ് ധാര. ധാര നടത്തുന്നത് ജീവിതത്തിലെ ദുരിതത്തെ ഇല്ലാതാക്കും. ഭഗവാന് ധാര നടത്തുമ്പോൾ നല്ല ശുദ്ധജലമാണ് ഉപയോഗിക്കേണ്ടത്. ഇതുകൂടാതെ ഭഗവാന് ധാര നടത്തുന്നത് സകല രോഗങ്ങൾക്കും സകല ദുരിതങ്ങൾക്കും പരിഹാരമാണ്. ജന്മദിനത്തിൽ ധാര കഴിക്കുന്നത് ഭഗവാന് ആ ദിനത്തിൽ നൽകാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വഴിപാടാണ്. ധാര കഴിക്കുന്നതോടൊപ്പം മൃത്യുഞ്ജയ ഹോമവും പായസവും കഴിക്കണം. കാരണം ഇതെല്ലാം ദീർഘായുസ് വർദ്ധിപ്പിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളമുണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ധാരയോടൊപ്പം നേദ്യം ഒട്ടും പാഴാക്കാതെ ഭക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഭഗവാന്റെ ശിരസിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാര ചെയ്യുന്ന തീർത്ഥം ഗംഗാജലമായാണ് കണക്കാക്കുന്നത്. ഭഗവാന്റെ ശിരസ് തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ധാര നടത്തുന്നത്. ഇത് ആയുരാരോഗ്യവും ആയുസ്സും സൗഖ്യവും നൽകും. ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷമാണ് ധാരയിലൂടെ ഒരു ഭക്തന് കൈവരുന്നത്. ക്ഷീരധാര, ഇളനീർധാര തുടങ്ങിയ പല വിധത്തിലുള്ള അഭിഷേകങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. ഇതുകൂടാതെ പാൽ, ഇളനീര്, പനിനീര് എന്നിവ കൊണ്ട് നടത്തുന്ന അഭിഷേകങ്ങളും ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു. ശനിദശ, കണ്ടകശനി, 7ര ശനി തുടങ്ങിയ ദശാസന്ധികളുള്ളവർ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഇതുകൂടാതെ നീലശംഖപുഷ്പാർച്ചന വഴിപാടായി നടത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഉത്തമമാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.